ചരിത്ര വേഷങ്ങൾ മമ്മൂക്കയുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മമ്മൂക്ക അതിനെ മാക്സിമം പൂർണ്ണതയിലേക്ക് എത്തിക്കാറുണ്ട്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടികൾ മലയാള സിനിമയിൽ ഉടലെടുക്കുന്ന സമയത്ത് ആദ്യ പേരും പറഞ്ഞു കേൾക്കുന്നത് മമ്മൂക്കയുടെ പേര് തന്നെ. അത് മാക്സിമം അതിൻ്റേതായ രീതിയിലേക്ക് മമ്മൂക്ക ആ ഒരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ മമ്മൂക്കയെ തേടിയെത്തുന്നത്. എന്തിനും മലയാള സിനിമയിൽ എന്ന് പറയണം, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്തരത്തിലുള്ള ചരിത്ര കഥാപാത്രങ്ങൾ ചെയ്യാൻ മാക്സിമം പെർഫെക്റ്റായ നടൻ മമ്മൂട്ടിയാണ്. ശബ്ദ ഗാംഭീര്യം കൊണ്ടും ശരീര സൗന്ദര്യം കൊണ്ടും മാക്സിമം പൗരുഷം എന്നുള്ള ആ ഒരു സംഭവം മമ്മൂക്ക എന്ന നടനിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആലോചിക്കുമ്പോൾ മമ്മൂക്കയുടെ പേര് ആദ്യം തന്നെ ഉടലെടുക്കുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു ചരിത്ര വേഷം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മമ്മൂക്ക. നമ്മൾ ഇതിന്റെ ഒരു ചെറിയ സൂചന കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതിന്റെ അപ്ഡേറ്റിലേക്ക് വരാം. ONVയുടെ ഉജ്ജയിനി എന്ന കവിതാ സമാഹാരത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. ഹരിഹരൻ സാറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. പഴശ്ശിരാജ എന്ന ചിത്രത്തിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വലിയ സിനിമയുമായിട്ട് എത്തുന്നത്. ഹരിഹരനും K. ജയകുമാറും കൂടെ ചേർന്നിട്ടാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത്. കാവ്യ ഫിലിംസിന്റെ വേണു കുന്നംപള്ളി ആയിരിക്കും ഈ ഒരു സിനിമ നിർമ്മിക്കുക. ഏകദേശം 70 കോടിയോളം ബഡ്ജറ്റിലാണ് സിനിമ പൂർത്തിയാവുക. മലയാളത്തിൽ നിന്നും എത്തുന്ന മമ്മൂക്കയുടെ മറ്റൊരു പാൻ ഇന്ത്യൻ മൂവി ആയിരിക്കും ഈ ഒരു ചിത്രം. ഏകദേശം 5ൽ കൂടുതൽ ലാംഗ്വേജിൽ ഈ ഒരു സിനിമ തിയേറ്ററിലെത്തും. ഈ ഒരു പ്രോജക്റ്റിൽ വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ഫോട്ടോസാണ് ഇത്. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചു വരികയാണ്. പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ മുന്നേ പല ചർച്ചയും, സ്ക്രിപ്റ്റ് ലോക്കാക്കണം, ആർട്ടിസ്റ്റിനെ ചാർട്ട് ചെയ്യണം, സിനിമക്കാർ ക്യാമറ ചെയ്യണം, സിനിമയുടെ എഡിറ്റിംഗ് ആര് ചെയ്യണം, സിനിമക്കാർ പാട്ട് എഴുതണം, സിനിമയുടെ മ്യൂസിക് ആര് ചെയ്യണം, സിനിമക്കാർ BGM ചെയ്യണം, സിനിമയിൽ ആരൊക്കെ പാടണം. ഇത്തരത്തിൽ ഷൂട്ടിന്റെ മുന്നേ നടത്തുന്ന സിനിമയുടെ ജോലികൾക്കാണ് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ എന്ന് പറയുക. സിനിമയുടെ സ്ക്രിപ്റ്റ് എന്തായാലും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ പരിപാടിയുമായിട്ടുള്ള ചർച്ചയാണ് സിനിമക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉജ്ജയിനി എന്ന് പറയുന്ന ആ ഒരു കവിതാ സമാഹാരത്തെ ആസ്പദമാക്കി എന്തായാലും വേണു കുന്നംപള്ളി സിനിമ ചെയ്തിരിക്കും. മാമാങ്കം എന്ന ഒരൊറ്റ മൂവി നിർമ്മിച്ചത് കൊണ്ട് വേണു കുന്നംപള്ളി എന്ന് പറയുന്ന നിർമ്മാതാവിന് സോഷ്യൽ മീഡിയയിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒട്ടനവധി ട്രോളുകളാണ് നേരിട്ടത്. ഒരു ഗംഭീരമായിട്ടുള്ള ചരിത്ര ഹിസ്റ്റോറിക്കൽ മൂവി ചെയ്ത് മുന്നേ ട്രോളിയ അവന്മാരുടെ വായ തുന്നിക്കെട്ടുന്ന ഗംഭീര വിജയം സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയായിരിക്കാം വേണു കുന്നംപള്ളി പുതിയ ചരിത്ര സിനിമയുമായിട്ട് എത്തുന്നത്. ഒടുവിൽ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം മമ്മൂക്ക തന്നെയാണ് ചിത്രത്തിൽ നായകനായിട്ട് എത്തുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ വേണു കുന്നംപള്ളിയുടെ ഭാഗത്തു നിന്നും ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം.